الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا سيد المرسلين صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أدركنا. ബഹുമാനികളെ, മയ്യത്തിൻ്റെ ചൂടാറുന്നതിൻ്റെ മുമ്പ് ചെയ്യാനുള്ള കെണിപ്പുകൾ മയപ്പെടുത്തലും കണ്ണടക്കലും ഒക്കെ കഴിഞ്ഞു. കണ്ണടക്കുമ്പോൾ ചൊല്ലാനുള്ളത് പറഞ്ഞു. കെണിപ്പുകൾ മയപ്പെടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് കുളിപ്പിക്കുന്നതിനുള്ള എളുപ്പത്തിനാണെന്നും പറഞ്ഞു. ഇനി മയ്യത്തിൻ്റെ മരിക്കുന്ന നേരത്തുണ്ടായിരുന്ന വസ്ത്രം അയച്ചു കൊടുക്കുക. വസ്ത്രം മുഷിഞ്ഞതും കാഷ്ടവും മൂത്രമൊക്കെ പുരണ്ട് കിടക്കുന്ന അവസ്ഥയിലൊക്കെ ഉള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ടാവും. വളരെ ശ്രദ്ധിച്ചു വേണം രോഗികളായി കിടക്കുന്ന ആളുകളെ പരിപാലിക്കേണ്ടത്. റഹ്മത്തിൻ്റെ മാലാഖമാർ മലക്കുകൾ വരുന്നതിന് തടസ്സമാകുന്ന അഷണ്ടകളൊന്നും അദ്ദേഹത്തിൻ്റെയോ അല്ലെങ്കിൽ ആ മഹദിയുടെയോ ശരീരത്തിൽ ഉണ്ടാവരുത്. നമ്മൾ ഇന്നലെ സംസാരിച്ചു, ഹൈദുള്ള പെണ്ണും അതുപോലെ തന്നെ ജനാപത്തുകാരൊന്നും ഈ മരണവെപ്രാളത്തിൻ്റെ ടൈമിൽ ആ രോഗിയുടെ അടുത്തേക്ക് അടുക്കരുത് എന്ന് പറയാനുള്ള കാരണം മലക്കുകൾ അങ്ങോട്ട് വരികയില്ല ഇവരൊക്കെ ഉണ്ടാവുമ്പോൾ. അപ്പോൾ അവരൊക്കെ മാറ്റി നിർത്തപ്പെടുക. എന്നിട്ട് വസ്ത്രം എപ്പോഴും നല്ല സുഗന്ധങ്ങളുള്ള, സുഗന്ധം പുരട്ടിയിട്ടുള്ള, അതല്ലെങ്കിൽ ആ റൂമിൽ നല്ല വാസനയുള്ള എന്തെങ്കിലുമൊക്കെ പുകയിപ്പിച്ചിട്ട് മരിക്കുന്നതിന് മുമ്പ് തന്നെ മരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രോഗിയെ പരിപാലിക്കേണ്ടുന്ന അവസ്ഥയിലായിരിക്കണം നമ്മൾ ഉണ്ടാവേണ്ടത്. വസ്ത്രം അഴിച്ചു മാറ്റുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഔറത്ത് വെളിവാകാൻ പാടില്ല. ഔറത്ത് മറ്റൊരാളുടെ ഔറത്ത് കാണാൻ പാടില്ല, അത് ഹറാമാണ്. അത് മരണപ്പെട്ടാലും ശരി, അയാൾക്ക് ജീവനൊന്നുമില്ല, അയാൾ ജീവൻ പോയി കിടക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് തോന്നിയ മാതിരി അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തെ മാറ്റി വേറൊരു വസ്ത്രം ഇടുന്നതിൻ്റെ മുമ്പ് എത്ര ആളുകൾ മരണപ്പെട്ട ആളുടെ ഔറത്ത് കണ്ടിട്ടുണ്ടാകും. ഒക്കെ കുറ്റമാണ്, തെറ്റാണ്. കുളിപ്പിക്കുന്ന നേരത്തും മയ്യത്തിൻ്റെ ശരീരത്തിൽ തൊടുകയോ മയ്യത്തിൻ്റെ ശരീരത്തിലേക്ക് നോക്കുകയോ പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. കണ്ണ് കെട്ടി കുളിപ്പിക്കണം, കയ്യിൽ ഗൗസിട്ടിട്ട് കുളിപ്പിക്കണം എന്നൊക്കെയാണ് ഇസ്ലാം പറയുന്നത്. ശരിയായ രൂപത്തിലുള്ള കുളിയുടെയും മറ്റും രൂപങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഈ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിൻ്റെ മുമ്പ് നമുക്ക് പറയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വനുസിഅ സിയാബുഹു, വസ്ത്രം അഴിച്ചു മാറ്റപ്പെടണം, ഊരപ്പെടണം. വസുതിറ ബദനുഹു, ശരീരത്തെ മറക്കപ്പെടണം, പൂർണ്ണമായിട്ടും മറക്കപ്പെടണം. ബിസൗബിൻ ഖഫീഫിൻ, വളരെ നേരിയതായൊരു വസ്ത്രം കൊണ്ടാണ് ശരീരത്തെ ആകെ മൂടേണ്ടത്. വീട്ടിൽ ഉമ്മ ഉണ്ടായിനെന്ന് എൻ്റെ ഉമ്മ കുറേ കോട്ടൺ തുണികൾ, നൈസായ തുണികളൊക്കെ ജീവിതത്തിൽ മടക്കി വെക്കും. ഇതൊക്കെ മടക്കി വെക്കുമ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനാ ഉമ്മ അതൊക്കെ ഇങ്ങനെ മടക്കി വെക്കുന്നത്? ആരെയും മരിച്ചു കഴിഞ്ഞാൽ ആ മേലെ കൂടെ മൂടാനുള്ള തുണി എന്നൊക്കെ പറഞ്ഞിട്ട് അത് മടക്കി വെക്കുക. വളരെ നൈസായ. ഈ അടുത്തൊരു മയ്യത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ, ഇവിടെ തന്നെയാണ്, നമ്മളെ മഹല്ലിലാണ്, ആ മയ്യത്തിൻ്റെ മേലിട്ട മൂടിട്ട വസ്ത്രം ഖഫീഫല്ല, സഖീലാണ്, കുറച്ച് കനം കൂടിയതാണ്. മാത്രമല്ല ഒരൊറ്റ തുണിയാണ്. അത് നമ്മളെ മേലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് വേദനിക്കും, വലിച്ചുമ്പോഴൊക്കെ വേദനിക്കും. അപ്പോൾ ചെന്നതിൻ്റെ ശേഷം അവരോട് പറഞ്ഞു, ആ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, വേറെ തുണിയൊന്നുമില്ല ഇവിടെ പുതക്കാന്ന് ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. അപ്പോൾ ആ നൈസായ തുണി എടുത്തു കൊണ്ടുവന്നു. വളരെ ഹഫീഫായ വസ്ത്രം കൊണ്ടാണ് മയ്യത്തിൻ്റെ ശരീരത്തെ മറക്കപ്പെടേണ്ടത്. അത് തന്നെ സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ സമയത്ത് പുതച്ച ഒരു ശൈലി ഇവിടെ പറയുന്നുണ്ട്. ലി ഖബരി സ്വഹീഹൈനിയുടെ ഹദീസാണ്. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സുജ്ജിയ ഹീന മാത ബിസൗബിൻ ഹിബറത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ സമയത്ത് നേരിയതായൊരു വസ്ത്രം എടുത്തിട്ട്, ഖഫീഫിൻ, നേരിയതായൊരു വസ്ത്രം എടുത്ത്, ഒരു യമനിൽ നിന്ന് നെയ്തെടുത്ത വസ്ത്രമാണ്. നൗഉം സിയാബിൽ ഖുത്നി തുൻസജു ബിൽ യമൻ, യമനിൽ നിന്ന് നെയ്തെടുത്ത
വളരെ പഞ്ഞിയെ പോലെയുള്ള ചെറിയ കനം കുറഞ്ഞ നല്ല തൊട്ടാൽ നല്ല മിനുസമുള്ള ഒരു വസ്ത്രം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുതച്ച് മൂടിയത്. എന്നിട്ട് എന്ത് ചെയ്യണം? വയജഅലു ത്വർഫാഹു, ആ മൂടിയതായ വസ്ത്രത്തിന്റെ രണ്ടറ്റുണ്ടല്ലോ, ആ രണ്ടറ്റത്തിൽ നിന്ന് ഒരറ്റത്തെ ആക്കണം തഹ്ത റഅ്സിഹി, തലന്റെ അടിഭാഗത്ത് ഇങ്ങനെ, തലന്റെ അടിക്ക് ഇങ്ങനെ മടക്കി വെക്കണം. ഇതെന്തിനെ? പൊളിച്ചോക്കാതെക്കാനാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് കാണിച്ചു കൊടുക്കാന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മരണപ്പെട്ട മയ്യത്തിനെ വന്ന് കണ്ടോളിയോ എന്ന് പറഞ്ഞു കാണുന്നുണ്ടല്ലോ ഒരു വിളി. പിന്നെ ആരെയും കാണാണ്ടോ ചോദിക്കൂലേ? ആ വിളി അതൊന്നുമില്ല. ഒന്നുകൊണ്ട് കണ്ടോളി. നിങ്ങൾക്ക് വന്നോലൊക്കെ ആണും പെണ്ണും വന്ന് നിരന്ന് കാണാം. ആണും പെണ്ണും കാഫും മീമും ഒക്കെ വന്ന് നിരന്ന് കാണുക. ഇതൊന്നും എന്തില്ല, വേണ്ട, അതൊന്നും വേണ്ട. അപ്പോ ഒരു തലന്റെ അടിയിൽ വെച്ചിട്ട് തുണിന്റെ തലന്റെ അടിഭാഗത്തും ആക്കുക, മറ്റേ തല വരിജിലൈഹി, കാലിന്റെ അടിയിലും ആക്കി അവിടെ വെച്ചു. എന്തിന്? ലി അല്ല യങ്കശിഫ, അത് വെളിവാകാതിരിക്കാണ്. മയ്യത്ത് ഇങ്ങനെ കാണണ്ട, അങ്ങനെ കാണിച്ചു കൊടുക്കേണ്ട സാധനമല്ല. അത് ഇനി വേഗം മണ്ണുക്ക് പോയി മൂടി പോരേണ്ട സാധന. കാണലൊക്കെ കഴിഞ്ഞു, ജീവിതത്തിലൊക്കെ കാണലൊക്കെ കഴിഞ്ഞു, ഇനി അവിടെ കടന്നോട്ടെ ഇൻഷാ അല്ലാഹ്. ഈ രൂപത്തിലൊക്കെയാണ് മരണപ്പെട്ട ആളുടെ അവസ്ഥകൾ എന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്ന നിയമങ്ങളൊക്കെയാണ് നമ്മൾ ഈ പറയുന്നത്. നമ്മൾ കാട്ടുന്നതൊന്നും ഇസ്ലാം അല്ല, നമ്മുടെ പ്രവർത്തികളൊന്നും ഇസ്ലാമികമല്ല. അതൊക്കെയും മാറ്റിയെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നേരായ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നേരറിവ് പറഞ്ഞു കൊടുത്താൽ പറഞ്ഞോൻ ഒറ്റപ്പെടുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നേരറിവ് പറഞ്ഞു കൊടുത്താൽ പറയും, അത് നിങ്ങൾ പറഞ്ഞോളി, ഇവിടെ ഞങ്ങൾ നടക്കാലൊക്കെ ഞങ്ങൾ നടത്തുമെന്ന് പറയും. അത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ആളുകൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരൊക്കെ, നമുക്കൊക്കെ ഈ ഘട്ടം വരുന്നതിൻ്റെ മുമ്പ് നമ്മളെ വീട്ടുകാരോടൊക്കെ പറഞ്ഞു വെക്കുക, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചെക്കുന്ന രീതി ഉണ്ടാവരുത്. അതുകൊണ്ട് തൊട്ടാൽ ഉളൂ മുറിയുന്നവരും തൊട്ടാൽ ഉളൂ മുറിയാത്തവരൊക്കെ വേർതിരിച്ച് നല്ല രൂപത്തിലാക്കണം. എന്നെ വേഗം മറവ് ചെയ്യാൻ നോക്കണം. മറ്റുള്ളവർ വരാൻ വേണ്ടി കാത്തുക്കുന്നൊരവസ്ഥ ഒന്നും ഉണ്ടാകരുത്. ഇതൊക്കെ നമ്മളെ ശരീരത്തെ മക്കളോട് ഏൽപ്പിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇൻഷാ അല്ലാഹ്. കവണഞ്ചേരി ആരാണ്? പാളക്കഞ്ചേരി. നമ്മൾ ഇന്നാണ് മരണപ്പെട്ട കുഞ്ഞേമാക്കാൻ്റെ ജ്യേഷ്ഠൻ, അദ്വാക്കാൻ്റെ ജ്യേഷ്ഠൻ അഞ്ചന്. അന്നിവിടെ വന്നതല്ല മയ്യത്തിൻ്റെ കൂടെ അല്ലേ? മരണപ്പെട്ടുകണെന്ന് പറഞ്ഞു. അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. അതുപോലെ ഒരുപാട് മരണപ്പെട്ട ആളുകളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമുർ റഹ്മാനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ അല്ലാഹ്, പ്രഭാത സമയത്ത് ഇരുട്ടും തപ്പി വന്ന ആളുകളാണ് അല്ലാഹ്. സ്വർഗത്തിലേക്ക് നല്ല റാഹത്തോടുകൂടെ സിറാത്ത് എന്ന പാലത്തിൽ വെളിച്ചത്തോടുകൂടെ പ്രവേശിക്കാനുള്ള തൗഫീഖ് കാരണം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് കാലടയാളങ്ങൾ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി വന്ന ഓരോരുത്തരുടെയും ഓരോ ഖുത്വാത്തുകളും കാൽപ്പാടുകളും നാളെ ജന്നാത്തുൽ ഫിർദൗസിലേക്കുള്ള കാലടയാളങ്ങളാക്കി മാറ്റണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ വന്നുപോയതൊക്കെ ഇത്തരം സൽക്കർമ്മങ്ങളെ കൊണ്ട് നീ പുറത്തു തരണേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ റബ്ബേ, ഞങ്ങളൊക്കെ ശരീരത്തിനുള്ള കേടുപാടുകൾ നീ ശിഫയാക്കി തരണേ അല്ലാഹ്. ഒരുപാട് രോഗികളുണ്ട്, രോഗിണികളുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. യാ റബ്ബി യാ അല്ലാഹ്, ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് ചെറുതും വലുതുമായി സഹായിച്ച എല്ലാവരുടെയും സഹായങ്ങൾ നീ കബൂലാക്കണേ അല്ലാഹ്. അതിനെല്ലാം അർഹിക്കുന്ന പ്രതിഫലങ്ങൾ നൽകണേ റഹ്മാനെ. അവരുടെയൊക്കെ മരണപ്പെട്ടു പോയവരുടെ റൂഹുകളിലേക്ക് അതിന്റെ കൂലി ഈ നിമിഷം തന്നെ എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കുള്ള സ്വപ്നം നീ പൂവണിയിപ്പിക്കണേ അല്ലാഹ്. ആ പള്ളിയുടെ പണി പൂർണ്ണമായും നീ പൂർത്തിയാക്കി തരണേ റഹ്മാനെ. വിശുദ്ധ റമളാനിനെ സ്വാഗതം ചെയ്യാൻ സമയമായി തുടങ്ങിയപ്പോഴേക്ക് ഞങ്ങൾക്ക് അതിൻ്റെതായ പണികളൊക്കെ തീർക്കാനുള്ള വഴികൾ അറിയാത്ത ഭാഗത്തിലൂടെ നീ എത്തിച്ചു തരണേ റഹ്മാനെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അവസാന ശ്വാസം വലിക്കുന്ന നേരത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സ്വർഗം കണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂമുഖത്ത് നോക്കി പുഞ്ചിരി തൂകി സന്തോഷത്തിലുള്ള മൗത്ത് ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ നൽകണേ അല്ലാഹ്.
آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد